ഡൽഹിയിൽ നിന്ന് വരുന്നത് പൊടിക്കാറ്റിന്റെ വാർത്തയാണ്. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ 2 പേർ മരിച്ചു, 23 പേർക്ക് പരുക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. ഇന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പൊടിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു, അതുപോലെ കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്നുണ്ട്. ആ തരത്തിലേക്കാണ് മരണമുണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പൊടിക്കാറ്റ് ഇന്നുമുണ്ടോ? അനുജ, അത്തരമൊരു ജാഗ്രത നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കാര്യങ്ങളൊന്നും അത്തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ രാത്രി ഉണ്ടായ പോലുള്ളൊരു പൊടിക്കാറ്റ് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നലെ രാത്രി 9 മണി മുതൽ 9 മണിക്കും 11:30ക്കും ഇടയിലാണ് ഏതാണ്ട് 1.5 മണിക്കൂർ നേരം അതിശക്തമായ പൊടിക്കാറ്റ് ഡൽഹിയിലെ പലയിടങ്ങളിലും ഡൽഹി NCR മേഖലയിലടക്കം അനുഭവപ്പെട്ടത്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിലാണ് ഇത്തരത്തിൽ പൊടിക്കാറ്റുണ്ടായത്. പൊടിക്കാറ്റിനെ തുടർന്ന് 2 പേർ മരിച്ചു. മരം കടപുഴകി വീണാണ് ഇത്തരത്തിൽ 2 പേർ മരിച്ചത്. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏതാണ്ട് 23 പേർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പോലീസ് പുറത്തുവിട്ടത്. ഇന്നലെ ഈ ഒരു പൊടിക്കാറ്റ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിരവധി ഫോൺ കോളെല്ലാം തന്നെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയ്ക്കും ലഭിച്ചിരുന്നു. ഡൽഹിയിൽ മാത്രമല്ല നോയിഡ, ഫരീദാബാദ് ഉൾപ്പെടെയുള്ള ഡൽഹി NCR മേഖലയിലടക്കം അതിശക്തമായ പൊടിക്കാറ്റ് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇന്നും അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മണിക്കൂറിൽ ഒരുപക്ഷെ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ഇന്ന് പൊടിക്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലയിടങ്ങളിലും വൈദ്യുതി അടക്കം തന്നെ തടസ്സപ്പെട്ടിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ശരിയാക്കുന്ന നടപടികൾ തുടർന്നു വരുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അനുജ, തലസ്ഥാനത്ത് നിന്ന് വരുന്നത് പൊടിക്കാറ്റിന്റെ വാർത്തയാണ്. ജാഗ്രതാ മുന്നറിയിപ്പാണ്. ഇന്നലെ 2 പേർ മരിച്ചു. ഇന്ന് പക്ഷേ ഇതുവരെ പൊടിക്കാറ്റിന്റെ വിവരങ്ങളൊന്നും വരുന്നില്ല എന്നതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം.